എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഏകദേശം 30,000 ഇന്ത്യൻ തൊഴിലാളികളാണ് വിസയോ താമസരേഖകളോ ഇല്ലാതെ കുവൈറ്റിൽ കഷ്ടത അനുഭവിക്കുന്നത്. ഇവരുടെ വിഷയത്തെക്കുറിച്ച് രേഖാമൂലം കഴിഞ്ഞ ജൂലൈ മാസം പി കരുണാകരൻ MP സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി കുവൈറ്റിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ട് നാട്ടിൽ തിരിച്ചു വരാനാകാതെ നരകയാതന അനുഭവിക്കുന്ന ഈ ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും ശ്രീമതി സുഷമ സ്വരാജിനെ എന്ന് കാത്തിരിക്കുകയാണ് പ്രവാസ ലോകം. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. പ്രവാസി ഇന്ത്യക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും കടക്കടിയാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം. ശരിയായ ആസൂത്രണമില്ലാതെ പണം കടം വാങ്ങുന്നതും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണം. ഉത്തരവാദിത്വത്തോടെയുള്ള സാമ്പത്തിക വിനിയോഗമാണ് ആവശ്യമെന്നും പറഞ്ഞു. ദുബായിലെ ഇന്ത്യൻ മാധ്യമ കൂട്ടായ്മ നൽകിയ യാത്രയയപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 31 സർവീസിൽ നിന്നും വിരമിക്കുകയാണ് TP സീതാറാം. ഒരാൾക്ക് ഒരു ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉണ്ടായാൽ തന്നെ ആവശ്യത്തിന് മതിയാകും. എന്നാൽ 6ഉം 8ഉം ക്രെഡിറ്റ് കാർഡുകളാണ് പലരും ഉപയോഗിക്കുന്നത്. പണത്തിന്റെ ദുർവിനിയോഗം അവസാനിപ്പിച്ചു സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. നാട്ടിലുള്ള ആശ്രിതരും കുടുംബങ്ങളും ഇക്കാര്യം ഉൾക്കൊള്ളണം. 11 രാജ്യങ്ങളിലും 12 നഗരങ്ങളിലുമായി 36 വർഷത്തെ നയതന്ത്ര ജീവിതത്തിന് ശേഷമാണ് സീതാറാം വിരമിക്കുന്നത്. ജലീൽ പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ മാധ്യമ കൂട്ടായ്മയുടെ ഉപഹാരം PP ശശീന്ദ്രൻ സമ്മാനിച്ചു. ജോജി ജെയിംസ്, സാദിഖ് കാവിൽ, മോഹൻ വടയാർ, എൽവിസ് ചുമ്മാർ, റോയ് റാഫേൽ, T ജമാലുദ്ദീൻ, തൻസി ഷാഹിർ, സുമിത് നായർ എന്നിവർ പ്രസംഗിച്ചു. നിർദ്ദിഷ്ട UAE കോൺസുലേറ്റിലെ കോൺസൽ ജനറലായി ചുമതലയേറ്റ ജമാൽ ഹുസൈൻ റഹ്മാൻ ഹുസൈൻ അൽസാബി തിരുവനന്തപുരത്തെത്തി. മണക്കാട്ട് നിർമ്മാണത്തിലിരിക്കുന്ന കോൺസൽ ജനറൽ ഓഫീസ് സന്ദർശിച്ച അദ്ദേഹം പണി അതിവേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. അടുത്ത ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കോൺസൽ ജനറൽ ചർച്ച നടത്തും. തിരുവനന്തപുരത്ത് കോൺസുലേറ്റ് സ്ഥാപിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ കഴിഞ്ഞ വർഷം ജൂണിലാണ് അനുമതി നൽകിയത്. ന്യൂഡൽഹിയിലെ എംബസിയും മുംബൈയിലെ കോൺസുലേറ്റും കഴിഞ്ഞാൽ ഇന്ത്യയിൽ UAEയുടെ 3ാമത്തെ നയതന്ത്ര കാര്യാലയമാണിത്. UAEയിലേക്ക് പോകുന്നവരുടെ വിസ നടപടിക്രമങ്ങൾ, രേഖകളുടെ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയവ വേഗത്തിലാക്കാൻ തിരുവനന്തപുരത്തെ കോൺസുലേറ്റ് ഉപകരിക്കും. മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇവിടെ സേവനം ലഭ്യമാകും. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആലപ്പുഴയിൽ നിന്നും സൗദിയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ മേരിദാസിന് ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതുവരെ ശമ്പളമോ ഒരിക്കൽ പോലും വീട്ടിലേക്ക് വിളിക്കുവാനോ മേരിക്ക് കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴയിലെ തുമ്പോളിയിലുള്ള മോളിയും എറണാകുളത്തുള്ള നൌഷാദുമാണ് ഇന്ന് മേരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ. മേരിയുടെ മോചനം മാത്രമാണ് മേരിയുടെ അമ്മയായ റീത്താമ്മയ്ക്ക് ആവശ്യം. മേരിക്ക് ജോലി എടുക്കുവാനോ ദേഹം മൊത്തം പൊള്ളിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് മേരി ഇപ്പോൾ. അത് കാരണമാണ് മേരിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത് ഈ അമ്മ. ഇത്രയൊക്കെ ആയിട്ടും ആ വീട്ടുകാർ മേരിയുടെ പീഡനങ്ങൾക്ക് ഒട്ടും തന്നെ കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. റീതാമ്മയോട് തന്നെ ചോദിച്ചറിയാം മേരിയെ കുറിച്ച്. മേരി മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് പോണ സാറേ. ആദ്യമായിട്ട് പോണതാ. മേരി കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണ്. ഭർത്താവ് വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് തലക്ക് നല്ല ഇതുമില്ല, കാല് കമ്പിയൊക്കെ ഇട്ടിരിക്കണ കാരണം നടക്കാനൊന്നും പാടില്ല, സുഖമില്ലാതിരിക്കും. പിന്നെ 2 കൊച്ചുങ്ങളും 3 പ്രാവശ്യം അറ്റാക്ക് വന്നൊരു അമ്മായി അമ്മയാണ് ഉള്ളത്. ഒരു വീടില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരുപാട് കടവും ഉള്ളത് കൊണ്ടാണ് എൻ്റെ മകളെ ഈ പോക്ക് പോയത്. അവര് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കാമെന്നുകൊണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടു ജോലി എല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പി. ഒരു സമയം പോലും 1 മിനിറ്റ് ഇരിക്കാനൊക്കെ ഇല്ല. കൈ പൊള്ളിയ കാര്യം പറഞ്ഞ് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മേടിച്ച് മരുന്ന് പോലും മേടിച്ച് കൊടുത്തില്ല. ഇവിടെ ജോലി ചെയ്യണമെന്ന് പിന്നീട് ആ പൊള്ളിയ കൈയും വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കണം ചെയ്തു. ഒരു ദിവസം തലവേദന വന്ന് ഇച്ചിരി അടമാറി ഇരുന്നതിന് ഒരു ഒരുപാട് വഴക്കിട്ടെന്ന് പറഞ്ഞു. ഭർത്താവ് ഈ സിസിയിലായത് കൊണ്ടാണ് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ ഒരു കയറി കിടക്കാൻ ഒരു കുടുംബം പോലും ഇല്ല നിങ്ങൾക്ക്. ആരെ കൊണ്ടുപോയത്? നൗഷാദ് മോളി എന്ന് പറഞ്ഞ ആളുമുണ്ട്, പെണ്ണുപിള്ളേ വേണ്ട ഇയാൾക്ക് കൂടെ. അയാളാണെന്നുണ്ടെങ്കിൽ പോയ ആഴ്ചയിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വിളിച്ചപ്പോൾ എടുത്തായിരുന്നു. പിന്നെ ഇപ്പം ആ വിളിയുമില്ല, ഒന്നുമില്ല. അയാളെ പറ്റി ഒരു അറിവ് പോലും ഇല്ല. ഇതുവരെ ശമ്പളമൊന്നും അയച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല.
അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു ശമ്പളം ചോദിച്ചപ്പോൾ അവർ കിടക്കാൻ പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നൗഷാദെ, നിങ്ങൾ സഹായിച്ച മനുഷ്യരാണ് എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് നിങ്ങളെ കുറിച്ചുള്ള പരാതികൾ പറയുന്നത്. ദൈവം പോലും പൊറുക്കാത്ത ഒരു അപരാധം പോലെയാണ് എനിക്കിത് തോന്നുന്നത്. എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ, ഒരു ഗതിയുമില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ കൊണ്ടുപോയി സഹായിക്കുക എന്ന് വെച്ചാൽ സഹായിക്കലാണ്. എന്തെങ്കിലും ഗുണം ചെയ്യുക കുടുംബത്തിന്, ശമ്പളവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ആ സ്ത്രീ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനത്തെ പാവങ്ങളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന ആളുടെ കയ്യിലേക്ക് കൈ പൊള്ളിയിട്ട് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ജോലി ചെയ്യണമെന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ദുഷ്ടന്മാരുടെ കയ്യിലേക്കാണ് നിങ്ങൾ ആ പാവപ്പെട്ട സ്ത്രീയെ എറിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരു കാരുണ്യവും അവരുടെ മനസ്സിലില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? എന്താണ് അവിടെ നടക്കുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയിട്ട് ഏത് തരത്തിലുള്ള മനുഷ്യരുടെ അടുത്തേക്കാണ് ഇവർ വീട്ടുജോലിക്ക് വേണ്ടി പോകുന്നത്? മനുഷ്യത്വം മുഴുവൻ അറ്റുപോയോ എന്നെനിക്ക് സംശയം തോന്നുന്നു. സൗദി അറേബ്യയിൽ വീട്ടുതൊഴിലിന് കൊണ്ടുപോകുന്ന സ്പോൺസർമാരുടെ കുടുംബങ്ങളിലെ ജീവിതത്തിൽ മനുഷ്യത്വമില്ലാതായിരിക്കുന്നു. ഈ മനുഷ്യരോട് മൃഗങ്ങളോടേക്കാൾ മോശമായ രീതിയിൽ ഇവർ പെരുമാറും. ആരും ചോദിക്കാനില്ല. 2 മക്കള്, കാറപടത്തിൽ ഒട്ടേറെ പരിക്കുകളുമായി കഴിയുന്ന ഭർത്താവ്. ഈ അവസ്ഥയിലാണ് ആ സ്ത്രീ നാടുവിടുന്നത്. കുടുംബത്തിലേക്ക് 10 രൂപ വന്നാൽ അത് മക്കൾ ഭക്ഷണം കഴിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവർ നാടുവിടുമ്പോണ്ടായിരുന്നത്. ഇന്ന് അവരുടെ സ്ഥിതി ഒരു പൈസ പോലും നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്നില്ല അവർക്ക്. അവരുടെ മക്കൾ പട്ടിണിയിൽ, അവരുടെ ഭർത്താവ് രോഗി. ഇവിടെ അമ്മ വന്നിരുന്ന് കരയാണ് എൻ്റെ മുന്നിൽ. ലോകം മുഴുവൻ ഈ കരച്ചിൽ കാണുന്നുണ്ട്. പ്രവാസ ലോകത്ത് റിയാദിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ സ്ത്രീയെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേരിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നായിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും ഇതാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഈ അമ്മയുടെ കരച്ചിലിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ എല്ലാ സത്യവും നമുക്ക് വെളിപ്പെടും. ഇവരൊക്കെ കരയല്ലാതെ ഇവർക്ക് ആരോട് എന്ത് പറഞ്ഞിട്ടാണ് പരിഹാരം കിട്ടുക? ആരോടും പറഞ്ഞിട്ടും രക്ഷപ്പെടാത്ത മനുഷ്യ ജീവിതങ്ങളാണ് നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്നത്. എല്ലാ ദുരിതങ്ങളും സ്വയം മനസ്സിലൊതുക്കിക്കൊണ്ട്, എല്ലാം വിധികൾക്ക് വിട്ടുകൊണ്ട്, നിത്യജീവിതത്തിന് പോലും ഭക്ഷണത്തിന് പോലും കഴിവില്ലാത്ത മനുഷ്യർ വന്ന് തേങ്ങിക്കരയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനെ സഹായിക്കുന്ന നിലപാടുകൾ എടുക്കരുത്. ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നതിനുള്ള നിലപാടുകൾ എടുക്കരുത് എന്നാണ് എനിക്ക് ഇവിടുത്തെ ട്രാവൽ ഏജന്റ് നൗഷാദിനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്. നമുക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവരെ ആരടുത്ത് ചെന്ന് പറയാനാ? ഇവരുടെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ എവിടെ യാത്ര ചെയ്തു പോയി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ്? ഇപ്പൊ ഗൾഫ് മേഖലകളിലുള്ള പ്രവാസ ലോകം പ്രവർത്തകരോട് ഈ ദുരിത കയത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ഒരു കൈ നമ്മൾ നീട്ടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മേരിയെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രവാസ ലോകം പ്രവർത്തകർ ശ്രമിക്കണം. അവരുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. നാട്ടിൽ വന്നാൽ ഞങ്ങൾ ശ്രമിക്കാം. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ആരുമില്ലാതെ ഒക്കെ മനസ്സിലായി, ഒന്നും പറയണ്ട, എല്ലാം മുഴുവൻ മനസ്സിലായി. നമ്മളിപ്പോ മനസ്സിലായില്ല, അല്ലെങ്കിൽ അയാൾ വരുമല്ലോ. ശരി. 1.5 വർഷം മുമ്പ് കന്യാകുമാരി തക്കലയിൽ നിന്നും ഖത്തറിലേക്ക് വീട്ടുജോലിക്കായി പോയ പീർ മുഹമ്മദ് ജൂലൈ 8-ന്
ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതായി ഭാര്യ ഷക്കീലയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് പീർ മുഹമ്മദ് എന്നും ചെന്നൈയിൽ വന്ന് ഇറങ്ങി എന്ന് അറിഞ്ഞതിനു ശേഷം വീട്ടിൽ വന്ന് എത്തിയിട്ടില്ല എന്നുള്ളതുമാണ് ഭാര്യയുടെ പരാതി. ചെന്നൈയിൽ ഇറങ്ങിയതിനു ശേഷം വീട്ടിലെത്താത്ത സ്ഥിതിക്ക് ചെന്നൈയിൽ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ഭാര്യ ഷക്കീല. പീർ മുഹമ്മദ് ഖത്തറിലേക്ക് പോകുവാനുള്ള സാഹചര്യവും ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ഭാര്യയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എത്ര കാലം ഖത്തറിൽ നിന്നു? 1 வருஷம் 3 மாசம். പീർ മുഹമ്മദിന് ഇവിടെ എന്തായിരുന്നു പണി? இங்க வந்து ஜோலிக்கு அதிகமா போகுது கிடையாது. പോവില്ല. எப்பெങ്കിലും ஒருக்கம் போவோம். എന്താ പണിയായിരുന്നു? ஹோட்டல் வேலைக்கு. കുക്ക. இப்போ ஒரு வாரத்தில் 2 நாள் 3 நாள் போகும், அப்புறம் போகாது. அப்போ அங்கே வேலை இல்லை, அதிகமாக வேலை இல்லை, சம்பளம் 15,000 ரூபா கிடைக்கும்னு அவங்க குட்டியா பையன் என் குட்டியா பையன் தான் சொன்னது. அப்போ சரின்னு சொல்லிட்டு இங்கேருந்து அனுப்பி விட்டேன். அவங்க 15,000 ரூபா வாங்கியிருந்தேன்னா குட்டியாப்பா. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയും ചെയ്യുക ജോലി ഇല്ലാത്തപ്പോൾ? ஜோலி இல்லாதப்போ அந்த இது டேப்லெட் இங்கேருந்து மெடிசன் அனுப்பி கொடுப்பாங்க. മദ്യപാനാണ്? മദ്യം കഴിക്കും? കുടിക്കുമോ? കുടിക്കും. മനനോയ് അവർക്ക് മനനോയ്, മനസ്സിന് ചെറിയൊരു മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളാണെന്നാണ് പറയുന്നത് സാർ. அவங்க ஏற்கனவே ஒரு மேரேஜ் பண்ணி டைவர்ஸ் ஆச்சு. மண்ணோய் உண்டுன்னு எங்கள் வீட்டில் எல்லாருக்கும் தெரிஞ்சும் எனக்கு தெரியாது. அவங்க கல்யாணம் பண்ணி வச்சாங்க. ஜோலிக்கு போவாது. அப்போ எப்படி இருக்கும்போது பாஸ்போர்ட் நானும் எடுத்தேன், நான் வெளிநாட்டுக்கு போகலான்னு. என்ன போகண்டான்னு சொல்லிட்டு அவங்க ഇപ്പോ ചെന്നൈയിൽ വന്നു എന്നാ പറയുന്നത്? நான் சென்னை போனேன். നിങ്ങൾ അവിടെ പോയി പരിശോധിച്ചോ? CCTV ക്യാമറയിലെ അകത്ത് കൊണ്ടുപോയി കാട്ടി തന്നിരുന്നു പോലീസ്. അങ്ങനെ பார்த்தப்ப 3 ലഗേജും കൊണ്ട് வெளியே வந்துട്ടുണ്ട്. ரோடு வரைக்கும் வந்ததை நான் பார்த்தாச்சு. പിന്നെ எங்கே போயிட்டுன்னு தெரியல. 3 மாசமாட்டு எனக்கு கஷ்டமா இருக்கு. மூத்த மகள் 10th படிக்கு. இது 2வது. பிள்ளைங்களை படிப்பு பார்க்கணும், செலவு. அங்கிருந்து யாரும் உங்களை ஹெல்ப் பண்ண மாட்டாங்க? யாருமே ஹெல்ப் பண்ண மாட்டாங்க. நீங்க தனியா தான் இருக்கீங்களா? மேரேஜ் பண்ண அன்னையிலேருந்து யாரு ஹெல்ப்பும் இல்லை. என் வீட்லயும் அப்படிதான், அவங்க வீட்லயும் அப்படிதான். உங்க வீட்ல அப்படிதானா? எங்க வீட்லயும் அப்படிதான். வசதி இல்லாம கட்டி கொடுத்தது. இப்படி அவங்களுக்கு கட்டி கொடுத்துட்டு எந்த ஹெல்ப்புமே கிடையாது. தனி ஆளா அவங்க தான் ஏதாவது கொண்டு வருது, அப்படி குடும்பம் வந்துட்டு. நீங்க ஏதாவது வேலை பண்றியா? நான் ஏதோ ஒர்க் பண்ணிட்டு இருந்தேன். இவனை இது பண்ண முன்ன பிரசவத்துக்கு முன்ன போயிட்டு இருந்தேன். இப்போ போகுது கிடையாது. சரி போயிருக்காங்கல்ல, ஏதாவது பண்ணாங்க. நான் போகுதுக்கு தான் ஏர்போர்ட் வரையும் போனேன். பேண்ட நீ போவேண்டா, நானே போறேன்னு சொல்லிட்டு அவங்க என்னை விட்டுட்டு போனாங்க. சரி போய் நல்லா இருந்தாங்க 1 வருஷம் 3 மாசம். ஃபோன் எல்லாம் பண்ணியிருந்தாலும் ஃபோன் எல்லாம் பண்ணி சம்பளம் எல்லாம் அனுப்பிவிட்டாங்க. வேலை இருக்கும், இல்லாம இருக்கும். அங்க சின்ன சின்ன தகராறுலாம் வந்ததெல்லாம் சொன்னாங்க. இப்போ திடீர்னு டேப்லெட் அனுப்பிவிட்டப்போ ஏர்போர்ட்டில் அந்த எவிடன்ஸ் இல்லைன்னு சொல்லி தூர போட்டுட்டாங்க. அப்போ இந்த டேப்லெட் போகாதனால குழம்பிட்டாங்க. அப்போ 1 வாரத்தில் டேப்லெட் அனுப்பி தரலான்னு சொல்லுவது முன்னாடி அங்கே பிரச்சனை என்ன பிரச்சனை நடந்துன்னு எனக்கு தெரியல. அவங்க வந்து போலீஸில் இருக்குதாட்டு அவங்க குட்டி அப்பா விழிச்சு சொல்லியிருந்து. அப்போ சரி அங்கே போலீஸில் தானே இருக்குன்னு ஃபோன் பேச முடியாத ஒன்றுமே பண்ணலை. அப்புறம் வந்து 8ஆம் தேதி போன மாதம் 8ஆம் தேதி வந்ததை 10ஆம் தேதி அவங்க 10 நாள் கழிச்சு 18ஆம் தேதி தான் எனக்கு தெரிவிச்சாங்க குட்டியப்பா. இப்படி வந்துட்டேன். 8 வந்ததை 18ஆம் தேதி தான் எனக்கு சொல்லியிருந்து. அப்போ ஃபோன் கான்டாக்டு என் வீட்டுக்காரங்க 3 மாசமாட்டே இல்லை. எனக்கு தெரியாமல் போச்சு. தெரிஞ்சிருந்தா நான் போய் கூட்டிகிட்டாவது வர பார்த்தேன். அவங்க சொல்லலை. இப்போ வாடகை வீட்டுக்கு வாடகை கொடுக்க செலவழிக்க இல்லை. அவர் எங்கே இருந்தாலும் கண்டுபிடிச்சு தான். പീർ മുഹമ്മദ് മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. ഇവിടെ ജോലിക്ക് കുറവാണ് പോയിരുന്നത്. ഗൾഫിൽ പോയി അവിടെ കുറച്ച് കാലം ജോലി ചെയ്ത് പിന്നെ അദ്ദേഹം ചെന്നൈയിൽ വന്ന് ഇറങ്ങി 3 ബാഗേജുമായി പുറത്തു വരുന്നത് CCTVയിൽ കണ്ടു എന്നാണ് സഹോദരി പറയുന്നത്. അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് യാതൊരു നിശ്ചയവുമില്ല. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഈ ബാഗേജുമായി അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മളെ
മദ്രാസിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അന്വേഷിക്കാൻ ഈ വഴി തന്നെയുള്ളൂ എന്നുള്ളത് സത്യം. കാരണം ആ കുട്ടിക്ക് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ ചാനൽ വഴിക്ക് തന്നെയാണ് അവർ അന്വേഷിക്കാൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തം കൂട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പീർ മുഹമ്മദിനെ കാണുന്ന ആളുകൾ ഞങ്ങളുമായോ ഈ കുടുംബവുമായോ ബന്ധപ്പെട്ട് തിരിച്ചയക്കണം എന്നാണ് പറയാനുള്ളത്. ഏതെങ്കിലും ചെറിയ നഗരങ്ങളിലേക്ക് പീർ മുഹമ്മദ് പോയിട്ടുണ്ടോ അതോ മദിരാശിയിൽ തന്നെ ഉണ്ടോ എന്നൊന്നും തന്നെ യാതൊരു നിശ്ചയവുമില്ല. പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നതാണ്. ഇവരുടെ കുടുംബസ്ഥിതിയെല്ലാം ഇവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എങ്ങനെയാണ് അവർ കഴിയുന്നത്, എന്തൊക്കെയാണ് അവരുടെ ജീവിതം, ഇതെല്ലാം നമ്മൾ കേട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പീർ മുഹമ്മദ് എന്ന് പറയുന്ന ഏക ആശ്രയമാണ് അവർക്കുള്ളത്. അദ്ദേഹം രോഗി കൂടിയാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പീർ മുഹമ്മദിനെ കാണുകയാണെങ്കിൽ പീർ മുഹമ്മദിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. അതുപോലെ പീർ മുഹമ്മദ് തന്നെ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ വീട്ടിലേക്ക് വരണം എന്നാണ് അങ്ങേക്ക് മലയാളം അറിയോ എന്നറിയില്ല, എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ ഭാര്യയും കുട്ടികളും എല്ലാവരും താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ വേഗം നാട്ടിലേക്ക് വരണം എന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ കുടുംബത്തെ തിരിച്ചു വരും എന്നുള്ള പ്രത്യാശയോട് കൂടിയാണ് തിരിച്ചയക്കുന്നത്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതാകുന്ന ആളുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പർ, അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. മേരി ഭാസിയുടെ മോചനം ഇപ്പോൾ അസാധ്യമായ ഒരു കാര്യമാണ്. തനിക്ക് ചിലവായ പണം തിരികെ കിട്ടിയാൽ മാത്രമേ മേരിയെ മോചിപ്പിക്കൂ എന്നാണ് സ്പോൺസറായ അറബ്. എന്നാൽ മേരിയുടെ അമ്മ റീത്താമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. അപ്പോൾ മേരി കച്ചവടച്ചരക്കാക്കിയ ഏജന്റുമാരാണ് അത് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥർ. കേരളത്തിൽ ഒരു നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ ഇതിനൊക്കെ ചോദ്യം ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തലോടെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച പ്രവാസലോകത്തിലൂടെ നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.